ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈറ്റിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നെക്ക് മുകളിലിട്ട് ബാക്കോട്ട് കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് ജോയിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഈ തയ്ച്ചിരിക്കുന്നത് നമ്മൾ നൈറ്റിയാണ്. അപ്പോൾ ഈ നൈറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ നോക്കട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്ലീവ് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ ഈ ഒരു നെക്ക് ഡിസൈൻ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കയ്യിലുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള തുണി വെച്ചിട്ട് പൈപ്പിംഗ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് പോയി കാണുക. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സിബൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, സിബ് വെച്ചെടുത്തിട്ട് ഈ ഒരു പട്ടമ്മയും ഞാൻ ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നൈറ്റിക്ക് അനുസരിച്ച് മാച്ച് ചെയ്യുന്ന ഒരു കളർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ട് നമുക്ക് പല ഡിസൈനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അതൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കണത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ സ്ലീവ് കേട്ടോ, നമ്മളെ നൈറ്റിയുടെ സ്ലീവ് ഇതാണ്. അപ്പോൾ സ്ലീവ് ഞാൻ എൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ 2 പീസ് നമ്മളിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ നൈറ്റി തുണിയിൽ നമുക്ക് ഇതുപോലെ ജോയിൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത്ത് ഞാൻ കൂട്ടിയെടുത്തിട്ട് നമ്മളെ സ്ലീവ് കട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ നൈറ്റി കട്ടിങ്ങും അതുപോലെ തന്നെ സ്ലീവിൻ്റെ കട്ടിങ്ങൊക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണട്ടോ. അപ്പോൾ നമ്മളെ ചാനലിൽ ആ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കറക്റ്റാക്കി പിടിച്ച് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ കറക്റ്റ് സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ നമ്മൾ കട്ടിങ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമ്മളിതുപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കറക്റ്റ് സെൻറ്റർ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആ ഒരു കറക്റ്റ് സെൻറ്റർ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കുക. കൈക്കുയുടെ 2 ഭാഗം അറ്റവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ നെറ്റി ഇതുപോലെ നമുക്ക് ഇവിടെ കറക്റ്റാണോ നോക്കുക, ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റാണോ, എന്തെങ്കിലുമൊക്കെ തുണികളൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടോ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൈക്കൂടെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റാണോ നോക്കുക കേട്ടോ. ഇതൊക്കെ നൂലൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ സൈഡ് മുട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നിവർത്തി ഇട്ട് കൊടുക്കുക. ഫ്രണ്ടും ബാക്കും ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഈ ഒരു ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഒരു കറക്റ്റ് ഷോൾഡർ ഇതുപോലെ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം താഴെ ഭാഗത്തേക്ക് ആക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ കറക്റ്റ് നമ്മൾ സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഒരു കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം നമ്മൾ ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിൻ്റെ ആ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്ററും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടേക്കൊന്നും നമ്മൾ സ്ലീവ് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കില്ല. നമ്മൾ തയ്ച്ച് വരുമ്പോഴുള്ളൂ നമുക്കിത് കറക്റ്റാക്കി ഇങ്ങനെ തയ്ച്ച് പോരാൻ കഴിയുള്ളൂ. നമുക്ക് ഇവിടെ ലെവലായിട്ട്
ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്ലീവ് പതിയെ പതിയെ ഇങ്ങനെ നമ്മളെ കൈക്കുയുടെ ആ ഒരു അളവിലേക്ക് ഇങ്ങനെ നമ്മൾ ചെരിച്ച് കൊടുത്തിട്ട് തയ്ച്ച് എടുക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം കറക്റ്റ് സെൻറ്ററും തമ്മിൽ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് തയ്ക്കുക. അപ്പം കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മളെ നെക്ക് ബാക്കോട്ട് പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റിലൊക്കെ തയ്യൽ പഠിച്ച് വന്നപ്പോൾ സംഭവിച്ചൊരു അബദ്ധമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അബദ്ധം കൂടി ഞാൻ പറഞ്ഞു തരാം. അത് സ്ലീവ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് എടുക്കും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ സ്ലീവിൻ്റെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ ചീത്ത വശവും തമ്മിൽ ഇതുപോലെ അത് ജോയിൻറ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്ലീവ് ഇതുപോലെ തയ്ച്ച് വന്നിട്ട് നിവർത്തി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാ ഇതുപോലെ അങ്ങോട്ട് സംഭവിക്കും. എങ്ങനാവും, നമ്മളെ സ്ലീവ് പുറമേക്ക് ചീത്ത വശം പുറമേക്കാക്കിയിട്ട് വരും, നല്ല വശം ഉള്ളിലേക്കായിട്ടും ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എനിക്ക്. ഞാൻ പഴയ ഡ്രസ്സ് അതുപോലെ തന്നെ പഴയ സാരി പഴയ തുണിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം തയ്യൽ വെട്ടി പഠിച്ചിരുന്നത് കേട്ടോ, പഴയ തുണിയിലൊക്കെ. അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ നല്ല വശം ചീത്ത വശം ഒന്നും നോക്കാതെ സ്ലീവ് കൊണ്ട് ജോയിൻറ്റ് ചെയ്യും. അപ്പോൾ സ്ലീവിലാണ് എനിക്കധികം ഇങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ സ്ലീവ് എപ്പോഴും ജോയിൻറ്റ് ചെയ്യുമ്പോഴും അധികം ഫസ്റ്റിലൊക്കെ ഞാൻ തയ്യൽ പഠിച്ചു വരുമ്പോൾ വന്നിരുന്ന ആ ടൈമിൽ എനിക്ക് എപ്പോഴും മാറുന്ന ഒരു ഭാഗമാണ് സ്ലീവിൻ്റെ ഈ ഒരു ജോയിൻറ്റ് ഭാഗം. അതെന്താ എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇപ്പോൾ എനിക്ക് അങ്ങനെ നമ്മൾ തയ്ച്ച് എക്സ്പീരിയൻസ് കൂടുന്തോറും നമ്മളെ തയ്യൽ നന്നായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യേണ്ടതെന്നും മടക്കി തയ്ക്കേണ്ടതെന്നും എത്രത്തോളം നമുക്ക് സ്ലീവിനാണെങ്കിലും എത്രത്തോളം നമുക്ക് തയ്യൽ തുമ്പുണ്ടെന്നൊക്കെ നമുക്ക് നമ്മളിതിന് തയ്ച്ച് ഇങ്ങനെ പ്രാക്ടീസായി വരുമ്പോൾ തന്നെ ഉള്ളൂ നമുക്ക് തയ്യൽ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചതിനെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും പിറകോട്ടടിക്കരുത്. നമ്മൾ വീട്ടിലുള്ള പഴയ ഡ്രസ്സുകളാണെങ്കിലോ പഴയ മാക്സി പഴയ സാരി അതുപോലെ തന്നെ മുണ്ട് തുണി അങ്ങനെ നമുക്ക് കിട്ടുന്ന പഴയ ഷർട്ടുകൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഉടുപ്പ് അങ്ങനെയൊക്കെ ഓരോന്ന് തയ്ച്ച് എക്സ്പീരിയൻസ് നേടുന്തോറും നമുക്ക് ഈ തയ്യൽക്ക് വരാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റായിട്ട് തയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഒരുപാട് ഫസ്റ്റിലൊക്കെ ഞാൻ ഒരുപാട് തുന്നയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് തുന്നയച്ചെടുക്കും, പിന്നെയും വീണ്ടും തയ്ക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ചെയ്ത് എടുത്തൊരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ അതാ ഈ ഒരു കൈക്കൂടെ അറ്റം മുതൽ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് പോരുന്നവരുണ്ട്. ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് സ്ലീവിൻ്റെ സെൻറ്റർ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ നീങ്ങുമ്പോൾ നമ്മളെ നെക്ക് ബാക്കോട്ട് കയറിപ്പോകാനും അതേപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ തുടക്കക്കാർ തയ്ക്കാതിരിക്കുക. നമ്മൾ കറക്റ്റ് ഈ സെൻറ്ററും തമ്മിൽ ഇതുപോലെ വെച്ച് കണ്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മളെ സ്ലീവ് കടക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ സാധ്യത ഇല്ലാതെ നമ്മളെ നെക്കൊക്കെ കറക്റ്റ് അളവിൽ കിടക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ സെൻറ്റർ ഭാഗം തന്നെ തമ്മിൽ ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സ്ലീവിന് എത്രയാണോ നമുക്ക് തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ തയ്യൽ തുമ്പ് അനുസരിച്ച് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ലീവ് കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ വെച്ചെടുത്തിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ കൈക്കുയുടെ ഇതിനനുസരിച്ച് നമ്മളിതിങ്ങനെ ചെരിച്ച് കൊണ്ടുവന്നിട്ട് 1/2 ഇഞ്ചിൽ നമ്മളിത് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്ത് എന്നിട്ട് നേരെ റിട്ടേൺ ആയിട്ട് അതിമ്മക്കൂടെ തന്നെ ആ തയ്യൽമ്മക്കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിലെത്തിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും ഇതുപോലെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ആം ഹോളിന് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിമ്മക്കൂടെ തന്നെ വീണ്ടും റിട്ടേൺ ആയിട്ട് കൊണ്ടുവന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം. അപ്പോൾ 2 സ്റ്റിച്ച് ആവും ചെയ്യും. കറക്റ്റ് നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ
നമ്മളെ സ്ലീവ് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ജോയിൻറ്റ് ചെയ്യാനും കഴിയും. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻറ്റ് ചെയ്യാം. നല്ല വശം കറക്റ്റ് സെൻറ്ററിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മറ്റേ സ്ലീവ് തയ്ച്ചതുപോലെ തന്നെ ഈ ഒരു സ്ലീവും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്ച്ച് നോക്കട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ നെക്കൊക്കെ മുകളിലേക്ക് കയറി പോണ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് കറക്റ്റാക്കി ഒന്ന് തയ്ച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നെക്കിൻ്റെ കാൽക്കുലേഷനും കറക്റ്റായിരിക്കണം കേട്ടോ. അപ്പോൾ നെക്ക് നമുക്ക് അധികം ഇറക്കല്ലാതെയൊക്കെ എടുക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തിലും നമ്മൾ അവർ രണ്ടിൻ്റെയും കാൽക്കുലേഷൻ കറക്റ്റായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഫ്രണ്ട് നെക്ക് ബാക്കോട്ട് കയറിപ്പോകാനുള്ള ടെൻഡൻസി കുറച്ച് കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കുറഞ്ഞ രീതിയിലെങ്കിലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നെക്ക് ബാക്കോട്ട് കയറുന്ന ടെൻഡൻസി കുറയും. അപ്പോൾ നമ്മളിത് സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് കറക്റ്റ് ആകാതെ ഇരിക്കുമ്പോഴാണ്, അതുപോലെ തന്നെ ആം ഹോളും കറക്റ്റ് ആകാതിരിക്കുമ്പോൾ അപ്പോൾ നമ്മളെ നൈറ്റി സ്ലീവ് രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ആ ഒരു സെൻറ്റർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടണം കേട്ടോ. നമുക്ക് നമ്മളെ ആ ഒരു സ്ലീവ് കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല വൃത്തിയിലും ഭംഗിക്ക് തന്നെ കിടക്കും. ഇനി നമുക്ക് സൈഡ് മൂട്ടാനും താഴെ മടക്കി തയ്ക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത് ചിലവർക്കൊക്കെ അധികം പേർക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതും കൂടി ഒന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറാണെങ്കിലും റെഡിമെയ്ഡ് നൈറ്റി വാങ്ങണമെങ്കിലും അധികം നൈറ്റിയിലൊക്കെ ഇതുപോലെ സിബ്ബ് ഉണ്ടാകും. അതുപോലെ തന്നെ ഫ്രോക്കിൽ ചുരിദാറിലൊക്കെ സിബ്ബ് കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സിബ്ബ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കായി ഇതിങ്ങനെ സാവകാശം ഓപ്പണായി ഇങ്ങനെ പോരാറുണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിനെന്താ പറയാൻ എനിക്കറിയില്ല, നമ്മൾ ഈ സിബിൻ്റെ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ക്ലിപ്പിൻ്റെ ഈ ഒരു ഭാഗം ഇത് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു, ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ ഓപ്പൺ ആയി പോരില്ല. കണ്ടില്ലേ? അപ്പോൾ ചില കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫ്രോക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് ബാക്കിൽ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ കുട്ടികൾ കുറേ കഴിയുമ്പോൾ കളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇതാകുമ്പോൾ കുറച്ച് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഓപ്പണാക്കി വരും. പിന്നെ വീണ്ടും പറയും ഇതൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ടാന്ന് പറഞ്ഞാണ്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ആ ഒരു ഇത് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സിബ് ഓപ്പൺ ആകില്ല കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മളതൊന്ന് മേലോട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ കണ്ടില്ലേ, അതിങ്ങനെ പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചുരിദാറാണെങ്കിലും നൈറ്റി ആണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളെ സിബ് ഓപ്പൺ ആവില്ല. കണ്ടോ, ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്തപ്പോൾ ഇത് ഓപ്പൺ ആവണില്ല. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ താഴ്ത്തി കൊടുക്കുക. ഇങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലിപ്പ് നല്ലപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ഈ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവില്ല. നേരെ ഇത് നമ്മൾ നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഇതുപോലെ ഇങ്ങനെ പോരും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചിലവരതൊക്കെ കണ്ടിട്ട് ഉമ്മമാരെ സിബ് നൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്യാൻ അറിയാത്തവർക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് നമ്മളെ നൈറ്റിയുടെ സൈഡൊന്ന് മൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ സൈഡ് മൂട്ടുമ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ തയ്യൽ തുമ്പ് അനുസരിച്ച് നമ്മൾ സൈഡ് മൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ 1.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അവിടെ ഇട്ടൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിങ്ങിലൂടെ ഒന്ന് തയ്ച്ച് പോന്നാൽ മതി. അപ്പോൾ എത്ര ഉള്ളൂ നമുക്ക് സൈഡ് മൂട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തയ്യൽ തുമ്പ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ തയ്യൽ തുമ്പിനനുസരിച്ച് നമ്മൾ സൈഡ് മൂട്ടുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ അറ്റത്തെ വീതി നമ്മൾ എത്രയാണോ നോക്കുക. നമ്മളെ സ്ലീവിൻ്റെ കൈയിൻ്റെ അറ്റ ഭാഗത്തുള്ള വീതി, അപ്പോൾ എനിക്കിവിടെ വേണ്ടത് 5.25 ഈ 5.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിനനുസരിച്ച് നമ്മൾ തയ്ച്ച് പോന്നാൽ മതി.
പിന്നെ നമ്മൾ സൈഡ് മുട്ടുമ്പോൾ കൈക്കൂടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ തയ്യൽ തുമ്പ് നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇവിടെ തയ്ക്കാൻ. എന്നിട്ട് സൈഡ് ഭാഗം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ ഒരു തയ്യൽ തുമ്പിനനുസരിച്ച് നമ്മൾ സൈഡ് മൂട്ടി കൊടുക്കാം. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കട്ടെ. അപ്പോൾ 2 സൈഡും ഞാൻ മൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരിദാർ ഷേപ്പിലാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് കേട്ടോ. താഴെ മടക്കി തയ്ച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ നൈറ്റിയുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമുക്ക് നെയ്റ്റ് തയ്ക്കാനും നൈറ്റിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലീവൊക്കെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മളെ നെക്ക് ബോർഡിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.